ഇന്ന് പോയായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റട്ടോ. രാവിലെ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ച് ഞാൻ തന്നെ കുളിച്ച് റെഡി ആയിട്ടോ. അമ്പലത്തിൽ പോകണം അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. വീടിനടുത്തുള്ള ചേച്ചിയുടെ കൂടെയാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ പോയിട്ട് ഞാൻ കരിക്കിൻ്റെ അഭിഷേകമാട്ടോ ചെയ്തത്. അതും കഴിഞ്ഞ് അമ്പലത്തിൽ പോയതിന് ശേഷം പിന്നെ വീട്ടിലേക്കാണ് നേരെ പോയത്. ബസ്സിന് ചെന്ന് ഇറങ്ങിയ ശേഷം കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ എനിക്ക്. ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ചെന്ന പാടെ എന്നെ കണ്ടപ്പോൾ പൊന്നിന് ഭയങ്കര സ്നേഹപ്രകടനം. രാവിലെ ഞാൻ പുട്ടുമ്പോഴാണ് കഴിച്ചത്. അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടാ. പിന്നെ ഉച്ചയ്ക്ക് പണ്ടാറ് വിശപ്പായിരുന്നു. വേഗം തന്നെ ചാളക്കറിയും ചാള വറുത്തതും അതുപോലെ മാങ്ങാക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. ചാളക്കറി കൂട്ടിയപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ അവസ്ഥയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് കാവടി കാണാൻ പോയിട്ട്. പിന്നെ ഞങ്ങൾ കുപ്പി എറിഞ്ഞ് കളിക്കലായിരുന്നു കേട്ടോ. അതാ ശങ്കരൻ തലയിൽ കുപ്പിയൊക്കെ വെച്ച് നടക്കാം കേട്ടോ. ശങ്കരനാണ് ഏറ്റവും കൂടുതൽ കുപ്പി എറിഞ്ഞ കേട്ടോ. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇതാണ് തത്തമ്മ. അമ്മുന് പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പോഴേക്കും നമ്മുടെ കാവടിയൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വെറൈറ്റി കാവടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. രാവിലെയും ഇതുപോലെ കാവടിയും കാര്യങ്ങളും ഉണ്ടാവും. രാവിലെ ഞങ്ങൾ വന്നില്ല. ഞങ്ങൾ രാത്രി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാവടിയൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര വൈകിയായിരുന്നു. നാളെ ആട്ടോ ഉത്സവം. അപ്പോൾ ഉത്സവത്തിന് ഞങ്ങൾ വരും. ഉത്സവത്തിൻ്റെ അന്ന് പിന്നെ ഏട്ടനുണ്ടാവും. ആഭിമുഖ്യത്തിലുള്ള പത്മകാവടി ഘോഷയാത്രയാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.